പല ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ ചില ശീലങ്ങൾ, പ്രത്യേകിച്ച് ചില ദുശ്ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടൈം വെറുതെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ പലതും മാറ്റുക എന്ന് ചോദിക്കാറുണ്ട്. ഒരു ചെറിയൊരു കേസ് സ്റ്റഡി പറയാം. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഇതാണ്. ഗൂഗിൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഗൂഗിളിൻ്റെ US ഒരു ഓഫീസിൽ അവരുടെ ആ ഒരു കോർപ്പറേറ്റ് ഓഫീസാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. അവിടെ റിസപ്ഷനിൽ കുറേ മിഠായി വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു ബോളിൽ കുറേ ജെംസ് പോലത്തെ, മാർബിൾസ് പോലത്തെ ഒക്കെ മിഠായി കണ്ടിട്ടുണ്ടല്ലോ, പല കളറിലുള്ള മിഠായി, പ്രത്യേകിച്ച് പൊതിഞ്ഞ് വെക്കാത്ത മിഠായി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റിസപ്ഷൻ്റെ മുന്നിലൂടെ പോകുന്ന എംപ്ലോയീസ് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ ഗസ്റ്റുകളായാലും ഒക്കെ ഇതിൽ കൈയിട്ട് മിഠായി എടുത്തിട്ടാണ് പോവുക, സ്വീറ്റ്സ് എടുത്തിട്ടാണ് പോവുക. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ ഓരോ ദിവസവും വലിയൊരു ഓഫീസ് ആയതുകൊണ്ട് അറൗണ്ട് 20,000 to 30,000 ഇത്തരം സ്വീറ്റ്സ് ചിലവാകുന്നുണ്ട് എന്ന് മനസ്സിലായി. അത്രത്തോളം കോസ്റ്റും അതിന് വരുമല്ലോ. അപ്പോൾ അവർ ചെറിയൊരു എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പോൾ എന്താണുള്ളത്, ഒരു ബോളുണ്ട്, ആ ബോളിൽ കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ സ്വീറ്റ്സിൽ നിന്ന് ആളുകൾ വാരിയെടുത്ത് പോകുന്നു. അവർ എന്ത് ചെയ്യുന്നു, നമ്മളൊക്കെ ആണെങ്കിലും ചെയ്യും അല്ലേ, നമ്മൾ മുമ്പിൽ ഇങ്ങനെ സ്വീറ്റ്സ് ആണെങ്കിൽ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, എൻ്റെ ഓഫീസിലൊക്കെ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും മിൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടോ. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല, അതേപോലെ സ്വീറ്റ്സ് വെക്കും. പക്ഷെ ആ ബോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള പാത്രം, ആ പാത്രത്തിന് ചെറിയൊരു മൂടി വെച്ചു, ഒരു ചെറിയൊരു മൂടി വെച്ചു. അവരൊരു വളരെ അത്ഭുതകരമായ റിസൾട്ട്, അസ്റ്റോണിഷിംഗ് ആയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺസംഷൻ ഒരു 10% കുറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരാൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മുമ്പുള്ളത് പോലെ കയ്യിൽ വാരി എടുക്കാൻ കഴിയില്ല അല്ലേ. ആ മൂടി ഒന്ന് ജസ്റ്റ് തുറന്നിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ആരും നിങ്ങളിത് എടുക്കരുതെന്നോ ഇത് കുറേ ചിലവുണ്ട് അതുകൊണ്ട് നിങ്ങളിത് ഉപയോഗിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയൊരു മൂടി അവിടെ വെച്ചപ്പോൾ ആ മൂടി ഒന്ന് തുറന്നെടുക്കുക എന്നുള്ളത് എന്താണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മടിയുള്ള കാര്യം. അപ്പോൾ ആ മടിയാണ് ശരിക്കും അവിടെ ഒരു ബാരിയറായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ഇതേ കാര്യം നമ്മുടെ ഏത് ഹാബിറ്റ്സിലും നമ്മൾ എന്ത് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിലും ഇതേ കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു ബാരിയർ അതിന് മുന്നിൽ വെച്ചാൽ മതി അല്ലേ. നിങ്ങൾ പഠിക്കുമ്പോൾ TV കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ TVയുടെ അടുത്ത റൂമിൽ നിന്ന് കുറച്ച് അപ്പുറത്തൊരു റൂമിലോട്ടൊന്ന് മാറിയിരുന്നാൽ പിന്നെ അങ്ങോട്ട് ഒന്ന് എണീറ്റ് പോകാനുള്ള ഒരു മടി ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അലാറം അടിച്ചിട്ട് എണീക്കുന്നില്ലെങ്കിൽ ആ ഒരു അലാറം നമ്മുടെ കയ്യിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ അത് സ്നൂസിലിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത്. അത് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ എന്തായാലും എണീറ്റ് എന്ത് ചെയ്യണം, അത് ചെയ്യണം. അങ്ങനെ ചെറിയ ചേഞ്ചസ്, ചെറിയ ബാരിയേഴ്സ് നമ്മുടെ ആ ഒരു എന്തെങ്കിലും നമുക്കൊരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിലോട്ട് ചെറിയ ബാരിയേഴ്സ് കൊണ്ടുവന്നാൽ നമുക്കിതിനെ മാറ്റാൻ സാധിക്കും എന്ന് ഈ സ്റ്റഡി വെച്ചിട്ട് പറയാറുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും അത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. നമ്മൾ പഠിച്ചത് സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്, കൊസീക്ക് എന്താണ്, സീക്ക് എന്താണ്, കോട്ട് എന്താണ്, ഇത് പഠിച്ചു. ഇവയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കും. ഈ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നുള്ളത് ആംഗിൾസും ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു റേഷ്യോ ആണ്. ഏത് ആംഗിളിലും നമുക്ക് ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മോർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾഡ് അറ്റ് B, AB equal to 24 cm, BC equal to 7 cm. ഫൈൻഡ് സൈൻ A cos A, സൈൻ C cos C. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരക്കാനുണ്ട്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിച്ച് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് B. അപ്പോൾ ഇത് ABC വിത്ത് AB equal 24 cm, BC equal to 7 cm. അങ്ങനെയാണെങ്കിൽ സൈൻ എ കോസ് എ കാണണം, സൈൻ സി കോസ് സി കാണണം. ഓക്കെ, അപ്പോൾ എന്താണ് സൈൻ എ? സൈൻ എ ഈക്വൽ ടു, സൈൻ എന്തായിരുന്നു സൈൻ? എല്ലാവരും പെട്ടെന്ന് പറയും. ഈ ഒരു ട്രയാങ്കിളിൽ സൈൻ എ എന്താണ്? അപ്പോൾ നമുക്കറിയാം
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. ഇവിടെ നമുക്ക് എ ബിയും ബി സിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ സി നമുക്ക് അറിയില്ല അല്ലേ, ഈ ഒരു ടേം എ സി എന്നുള്ളത് അറിയില്ല. അപ്പോൾ എ സി നമുക്ക് കാണണം. എ സി നമ്മൾ എങ്ങനെ കാണുക? എ സി നമ്മൾ എങ്ങനെയാണ് കാണുക? എ സി നമ്മൾ കാണണമെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കും. അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. 24 സ്ക്വയർ ഈക്വൽ ടു, ഇതൊക്കെ നമുക്ക് കാണാതെ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം, 576 പ്ലസ് 7 സ്ക്വയർ ഈക്വൽ ടു 49 ഈക്വൽ ടു 625. എ സി സ്ക്വയർ എന്നുള്ളത് 625 ആണെങ്കിൽ എ സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 625 ഈക്വൽ ടു 25. അപ്പോൾ ഇത് 25 ആണ്. ഒക്കെ സെൻറ്റിമീറ്റർ ആണ്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു, എ സി ഈക്വൽ ടു 25 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 24 7 25 അല്ലേ, എ ബി സി അല്ലേ. അങ്ങനെയാണെങ്കിൽ സൈൻ എ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് 7/25. കോസ് എ ഈക്വൽ ടു എയുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ ബി ബൈ എ സി ഈക്വൽ ടു 7/25. ഇതാണ് ക്വസ്റ്റ്യൻ എ. ക്വസ്റ്റ്യൻ ബിയിൽ ചോദിച്ചിട്ടുള്ളത് സൈൻ സി ഈക്വൽ ടു എന്താണെന്നാണ്. സൈൻ സിയും കോസ് സിയും. സി എന്നുള്ള ആംഗിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ വരിക? എ ബി വരും. ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? എ സി വരും അല്ലേ. എ ബി ബൈ എ സി ഈക്വൽ ടു 24/25. കോസ് സി ഈക്വൽ ടു, കോസ് സി എന്ന് പറയുമ്പോൾ സിയുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എ സി ഈക്വൽ ടു 7/25. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അടുത്തൊരു ക്വസ്റ്റ്യനോട് നമുക്ക് പോകാം. ഗിവൺ ഇൻ എ ട്രയാങ്കിൾ സീക് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഒരു എന്തോ ആണ്, എ ബി സി ഒക്കെ പോലെയുള്ള ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ് യഥാർത്ഥത്തിൽ തീറ്റ എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ തീറ്റ എന്നുള്ളത് എഴുതുക. ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ്. നമ്മൾ പൊതുവെ ട്രിഗണോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം വേട്ടമൃഗമാണ് തീറ്റ. ഓക്കെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എക്സും വൈയും എയും ബിയും ഒക്കെ പോലെ ട്രിഗണോമെട്രിയിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് തീറ്റ. അപ്പോൾ അത് കണ്ടിട്ട് തീറ്റ എന്ന് വിചാരിച്ചിട്ട് തിന്നാനുള്ള എന്താണെന്ന് വിചാരിക്കേണ്ട. എന്താണ് തീറ്റ എന്നുള്ളത്? ഒരു ആൽഫബറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് സീക് തീറ്റ ഈക്വൽ ടു 13/12. അങ്ങനെയാണെങ്കിൽ സീക് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? എന്തിൻ്റെ ഇൻവേഴ്സാണ് സീക് തീറ്റ? കോസ് തീറ്റ ഈക്വൽ ടു 12/13. ഓക്കെ, കോസ് തീറ്റ ഈക്വൽ ടു 12/13. ഇത് ശരിയല്ലേ? ഇതിലിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ? സീക് തീറ്റ ഈക്വൽ ടു 13/12 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലാണ് കോസ് തീറ്റ. കാരണം എന്താണ്? കാരണം സീക് തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ അല്ലേ. സീക് തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ ആണ്. അതുകൊണ്ട് കോസ് തീറ്റ ഈക്വൽ ടു 12/13 ആണ്. കോസ് തീറ്റ ഈക്വൽ ടു 12/13 ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഞാൻ വരക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഞാൻ വരക്കാം. ഓരോ ആംഗിൾ ഉണ്ട്. ഇത് എ ബി സി. ഈ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. ആംഗിൾ എ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 12/13 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബൈ എ സി ഈക്വൽ ടു 12/13 അല്ലേ? ആണല്ലോ. അപ്പോൾ എ ബി ബൈ എ സി 12/13 ആണെങ്കിൽ ഞാൻ എന്ത് വിളിക്കാം? എ ബിയെ ഞാൻ 12K എന്നും എ സിയെ ഞാൻ 13K എന്നും വിളിക്കാം. വെർ കെ ഈസ് ദാറ്റ് റേഷ്യോ. ആ റേഷ്യോയിൽ വരുന്ന ഒരു കോൺസ്റ്റന്റ് എന്താണ്? കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എ ബി ഈക്വൽ ടു 12K ആണ്, എ സി ഈക്വൽ ടു 13K ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ബി സി എത്രയാണ് എന്ന് കണ്ടാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇതിൽ
സോറി ബി സി എത്രയാണെന്ന് കണ്ടാൽ എനിക്ക് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോയും എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഉണ്ട്. ഇത് 12K ആണ്, ഇത് 13K ആണ്. എ ബി സി തീറ്റ. അങ്ങനെയാണെങ്കിൽ ബി സി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ബൈ ഹൈപ്പോട്ടന്യൂസ് തിയറം എ സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? ആണല്ലോ. അപ്പോൾ എ സി സ്ക്വയർ എന്നുള്ളത് എന്താണ്? 13K ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12K സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി സി സ്ക്വയർ ഈക്വൽ ടു 13K ഹോൾ സ്ക്വയർ, ഞാൻ ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവരാണ്, 12K ഹോൾ സ്ക്വയർ. 13 സ്ക്വയർ എത്രയാണ്? 169K സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എത്രയാണ്? 144K സ്ക്വയർ ഈക്വൽ ടു 169 മൈനസ് 144 25K സ്ക്വയർ. അപ്പോൾ ബി സി എന്നുള്ളത് റൂട്ട് ഓഫ് 25K സ്ക്വയർ എത്രയാണ്? ബി സി ഈക്വൽ ടു 5K അല്ലേ? റൂട്ട് 25 5ഉം റൂട്ട് K സ്ക്വയർ Kയും ആണ് അല്ലേ? അപ്പോൾ ഇത് 5K കിട്ടിയാൽ നമുക്കിനി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോയും കാണാം. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് 5K ബൈ 13K 5/13, കോസ് തീറ്റ ഈക്വൽ ടു 12/13, ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 5/12. നമുക്ക് എല്ലാം കാണാൻ സാധിക്കും, ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഇതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഡിഫിക്കൽട്ടായി തോന്നും. എപ്പോഴും ട്രയാങ്കിൾസിൽ പൊതുവേ തരുന്ന ചില ട്രിപ്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ നോക്കൂ, നേരത്തെ തന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നല്ലോ അല്ലേ? നേരത്തെ നമുക്ക് ഞാൻ പറയാം, നേരത്തെ നമുക്ക് 24ഉം 7ഉം തന്നു. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്തായിരുന്നു? 25 ആയി അല്ലേ? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. 576 + 49 ഈക്വൽ ടു 625. അതേപോലെ അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 24 മറ്റൊരു സൈഡ് 7 ആണെങ്കിൽ പിന്നെ 25 ആയിരിക്കും. അതായത് നമ്മൾ വെറുതെ കുറേ സ്ക്വയർ റൂട്ട് 2 റൂട്ട് 3 അങ്ങനെയൊന്നും വരില്ല എന്നർത്ഥം. അതേപോലെ മറ്റൊന്നാണ് 12ഉം 5ഉം വരികയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 13 ആയിരിക്കും അല്ലേ? 12 സ്ക്വയർ 144 + 5 സ്ക്വയർ 25 ഈക്വൽ ടു 13 സ്ക്വയർ 169. അതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് 3 4 ആണെങ്കിൽ 5 ആയിരിക്കും. 3 സ്ക്വയർ 9 + 4 സ്ക്വയർ 16 ഈക്വൽ ടു 5 സ്ക്വയർ 25. ഇതൊക്കെ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൽ എപ്പോഴും ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്ന ഒരു ട്രിപ്ലെറ്റ്സ് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 8 6 8 സ്ക്വയർ 64 + 6 സ്ക്വയർ 36 64 + 36 ഈക്വൽ ടു 100 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറേ സംഖ്യകൾ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് കണ്ണുകൂട്ടി നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കി ഒരു 2 തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാങ്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ സൈൻ തീറ്റ ഈക്വൽ ടു 3/5 ആണ് നമുക്ക് തന്നാൽ കോസ് തീറ്റ എന്തായിരിക്കും? നമുക്ക് 3ഉം 5 ആണ് അപ്പോൾ ഒരു സൈഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ 4/5 ആയിരിക്കും. ടാൻ തീറ്റ 3/4 ആയിരിക്കും. ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വന്നുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസിൽ എല്ലാം ശരിയാവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ശരിയായി വിചാരിക്കുന്നു. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഫോർ സർട്ടൻ ആംഗിൾസ് അല്ലേ? ഇപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് ഒരു സൈഡ്സ് ഒക്കെ തന്നാൽ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ചില ആംഗിൾസിൻ്റെ ചില പ്രത്യേക ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ഒരു ചെറിയ ഹിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു 45ൻ്റെ. അത് വെച്ചാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 45 ഡിഗ്രി ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈൻ 45 ഡിഗ്രി എത്രയാണ്, കോസ് 45 ഡിഗ്രി എത്രയാണ്, ടാൻ 45 ഡിഗ്രി എത്രയാണ്. ഇത് മൂന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ? ഇത് മൂന്നും കിട്ടിയാൽ പിന്നെ സീക്കും കൊസീക്കും കോട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാനൊരു ട്രയാങ്കിൾ വരക്കാൻ പോവുകയാണ്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? പെട്ടെന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഒരു ആംഗിൾ 90ഉം ഒരു ആംഗിൾ 45 ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്ര ആയിരിക്കും? യെസ്, 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം 90 + 45 + 45 എത്രയാണ്? 180 ഡിഗ്രി ആവണം ഒരു ട്രയാങ്കിളിൻ്റെ കംപ്ലീറ്റ് ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ട്രയാങ്കിൾ ABC എന്ന് വിളിച്ചു. AB ഈക്വൽ ടു ഞാൻ A എന്ന് വിളിച്ചു. AB എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? A ആണ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ BC എത്രയായിരിക്കും? എല്ലാവരും പെട്ടെന്ന് പറയാം.
ബി സി എത്രയായിരിക്കും? എ ബി എ ആണെങ്കിൽ ബി സി എത്രയായിരിക്കും? രണ്ട് ആംഗിളും 45 ഡിഗ്രി ആണല്ലോ. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണല്ലോ, അല്ലേ? രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ, ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് ട്രയാങ്കിൾസിൽ പഠിച്ചതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും 45 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി എന്നുള്ളത് എ ആണെങ്കിൽ ബി സി എന്നുള്ളതും എത്ര തന്നെയാണ്? ബി സി എന്നുള്ളതും എ ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എ സി എന്താണ്? എ സി എന്നുള്ളത് എന്താണ്? എ സി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബി സി ഈക്വൽ ടു എ ആണ്. എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ശരിയാണല്ലോ? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റൂട്ട് ഓഫ് എ സ്ക്വയർ എ റൂട്ട് 2a, അല്ലേ? അപ്പോൾ ഇതെത്രയാണ്? ഇത് റൂട്ട് 2a ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ? 45 ഡിഗ്രിയാണ് ആംഗിൾ എങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:1:√2 ആയിരിക്കും. 45 ഡിഗ്രീസ് ടു 90 ഡിഗ്രി ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്നുള്ളത് 1:1:√2 ആയിരിക്കും. ഓക്കെ, ഒരു സൈഡ് എയും മറ്റേ സൈഡ് എ ആണെങ്കിൽ അടുത്ത സൈഡ് ഹൈപ്പോട്ടന്യൂസ് √2a ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമുക്കറിയാം. ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് √2a ആണ്, അല്ലേ? ഇത് 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 45 ഡിഗ്രി എത്രയാണ്? സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് 45 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു എ by hypotenuse of the triangle which is √2a ഈക്വൽ ടു എയും എയും ക്യാൻസൽ ചെയ്താൽ 1/√2. കോസ് 45 ഡിഗ്രി എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ ആംഗിൾ 45 ഡിഗ്രി വിച്ച് ഈസ് എ ബൈ ഹൈപ്പോട്ടന്യൂസ് √2a. എങ്ങനെയാണ്? ഓപ്പോസിറ്റും എ ആണ്, ഇവിടെ അഡ്ജസൻറ്റും എ ആണ്, അല്ലേ? അപ്പോൾ കോസ് 45 ഡിഗ്രി എന്താണ്? a/√2a. കോസ് 45 ഡിഗ്രിയും 1/√2 കിട്ടി. ടാൻ 45 ഡിഗ്രി എത്രയാണ്? ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു a/a വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 45 ഡിഗ്രിയിലാണ് ഒരു എന്താണ് 45 ഡിഗ്രി എന്നുള്ള ആംഗിളിൽ സൈനും കോസും ഈക്വൽ ആണ്, 1/√2 ആണ്. ടാൻ 45 എത്രയാണ്? ടാൻ 45 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊസീക് 45 എന്താണ്? 1/1/√2, അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ √2. സീക്ക് 45 ഡിഗ്രി എത്രയാണ്? ഇതിൻ്റെ റെസിപ്രോക്കൽ വീണ്ടും √2. കോട്ട് 45 ഡിഗ്രി എത്രയാണ്? 1. ഓക്കെ, 45 ഡിഗ്രിയുടെ എല്ലാം നമുക്ക് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൃത്യമായി വേണം. കാണാപ്പാഠം പഠിക്കണം എന്നല്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യം വരും. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളും. ഓക്കെ, ഞാൻ അടുത്തൊരു ആംഗിളിലോട്ട് പോകും. നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ഡിഗ്രിയും 60 ഡിഗ്രിയും കാണണം. ഓക്കെ, 30 ഡിഗ്രിയും 60 ഡിഗ്രിയും കാണണം. ഇതിനപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ട്രയാങ്കിൾ വരക്കണമല്ലോ. നേരത്തെ 45 ഡിഗ്രിക്ക് ഞാൻ ട്രയാങ്കിൾ വരച്ചു. അതേപോലെ ഞാൻ 30 ഡിഗ്രിക്ക് ഞാനൊരു ട്രയാങ്കിൾ വരക്കുകയാണ്. ഓക്കെ, ഇത് 30 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയാണ്. സോറി, ഇതാണല്ലോ കുറച്ച് വലിയ ആംഗിൾ. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 30 ഡിഗ്രി വരും, അല്ലേ? 30 + 60 + 90, അല്ലേ? 30 60 90, 90 + 90 180 ഡിഗ്രി, അല്ലേ? എനിക്കിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് 45 പോലെ ഈ സൈഡും ഒക്കെ എത്രയാണ് എന്ന് എനിക്ക് പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ചെറുതായിട്ടൊന്ന്
ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ട്രയാങ്കിളിന് എടുത്തിട്ട് ഒന്ന് മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാൻ പോകും. ഞാൻ കാണിച്ചു തരാം മനസ്സിലായില്ലെങ്കിൽ. ഒരു ട്രയാങ്കിള് സിമിലർ ട്രയാങ്കിൾ ഞാൻ ഒന്നും കൂടി വരയ്ക്കാൻ പോവാണ്. എത്ര? ഇത് വീണ്ടും ഒരു 30 ഡിഗ്രി. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാൻ വരച്ചു. അപ്പോൾ ടോട്ടൽ ഈ ആംഗിൾ എത്രയായി? ഈ ആംഗിൾ എത്രയായി? 60 ഡിഗ്രി ആയല്ലോ. അപ്പം ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളും 60 ഡിഗ്രിയാണ് അല്ലേ? ഇത് 30 ആണ്, ഇത് 90 ആണ്, അപ്പോൾ ഇത് 60 ആവണം. ഓക്കെ, ഞാൻ ഇതിനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളൊരു എളുപ്പത്തിന് വേണ്ടി ഞാനിതിനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ളൊരു മാർഗം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അതിനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. എത്രയായിരുന്നു? ഇത് 60 ഡിഗ്രി ആയിരുന്നു. ഇതെത്രയാണ്? ഇത് 60 ഡിഗ്രി ആണ്. ഇതെത്രയാണ്? ഇത് 60 ഡിഗ്രി ആണ് അല്ലേ? നേരത്തെ വരച്ചപ്പോൾ ഇവിടെ ഒരു 13 കൂടി 60 ആയിരുന്നു. ഇത് 60 ആണ്, ഇത് 60 ആണ്. ഇത്തരം ട്രയാങ്കിൾസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇത്തരം ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുക അല്ലേ? എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ, അതായത് എല്ലാ ആംഗിളും ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. 60 ഡിഗ്രി ആയ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയ ട്രയാങ്കിൾസിന് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഒരു സൈഡ് ഞാനിതിനെ എ ബി സി എന്ന് വിളിച്ചു. ഈ സൈഡ് എ ആണെങ്കിൽ, എ എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ, എ ബി ഈക്വൽ ടു എ ആണെങ്കിൽ ബി സി ഈക്വൽ ടു എത്രയായിരിക്കും? എ സി ഈക്വൽ ടു എത്രയായിരിക്കും? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതേപോലെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി സി ഈക്വൽ ടു എ സി ഈക്വൽ ടു എ. ഇതെല്ലാം എ ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. ഞാനിവിടെ ഇനി ചെറിയൊരു സൂത്രപ്പണി എടുക്കാൻ പോകണേ. എന്താണെന്ന് വെച്ചാൽ ഞാനിതാ ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്തുകൊണ്ട് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഈ പോയിന്റിന് നമുക്ക് ഡി എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. ഈ സൈഡ് മൊത്തം എ ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഡി സി, ഏതാണ് എ ഡി സി? ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്? ഇത് 30 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ് അല്ലേ? 60 ഡിഗ്രി രണ്ടായി മുറിച്ചു, 30യും 30യുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ ഡി എന്നുള്ള ലെങ്ത്ത് എത്രയാണ്? എ ഡി എന്നുള്ള ഈ ലെങ്ത്ത് എത്രയാണ്? എ ബി എന്നുള്ളത് എ ആണെങ്കിൽ എ ഡി എന്നുള്ളത് എത്രയാണ്? നമുക്കറിയാം, അത് a/2 ആണ് അല്ലേ? എ ഡി എന്നുള്ളത് ഇത് മുഴുവനാണ് എ അല്ലേ? അപ്പോൾ സി എന്നുള്ളൊരു ബൈസെക്ടർ ഇതാ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുകയാണെങ്കിൽ ഡി എന്നുള്ളത് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ എ ബി എന്നുള്ളത് എ ആണെങ്കിൽ എ ഡി എന്നുള്ളത് a/2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു, സൈൻ നമുക്ക് ആദ്യം എടുക്കണം. ആദ്യം നമുക്ക് കോസ് എടുക്കാം. ഓക്കെ, കോസ് എ ഈക്വൽ ടു കോസ് 60 ഡിഗ്രി അല്ലേ? ആംഗിൾ എ എന്നുള്ളത് 60 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് എ ഈക്വൽ ടു കോസ് 60 ഡിഗ്രിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനതാ ട്രയാങ്കിൾ എ ഡി സി എടുക്കുകയാണെങ്കിൽ കോസ് 60 ഈക്വൽ ടു എ ഡി ബൈ എ സി. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ട്രയാങ്കിൾ എ ഡി സി എടുക്കുകയാണെങ്കിൽ ആംഗിൾ എയിലുള്ള കോസ് കാണുകയാണെങ്കിൽ കോസ് 60 ഡിഗ്രി എത്രയാണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതല്ലേ ഹൈപ്പോട്ടന്യൂസ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വലിയ സൈഡ്, ഇതല്ലേ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എ ഡി ബൈ എ സി വിച്ച് ഈസ് ഈക്വൽ ടു a/2 ബൈ എ സി ഈക്വൽ ടു എ ഈക്വൽ ടു 1/2. അപ്പോൾ കോസ് എ ഈക്വൽ ടു എത്രയാണ്? കോസ് എ ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, ഇനി സൈൻ എ കാണണം അല്ലേ? സൈൻ എ കാണണമെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കാണണം. അപ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ള സി ഡി എനിക്ക് കണ്ടെത്തണം അല്ലേ? സി ഡി എന്നുള്ള ലെങ്ത് കണ്ടെത്തുമ്പോഴാണ് എനിക്ക് ഹൈപ്പോട്ടന്യൂസ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ,
ഹൈപ്പോട്ടന്യൂസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോറി, ആ ലെങ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് എ ബി സി, ഇവിടെയാണ് നമ്മൾ വരച്ചത് ഡി. ഇത് 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എ ആണെന്നറിയാം. ഞാൻ വേറെ മാർക്ക് ചെയ്യാം. ഇത് എ ആണെന്നറിയാം, ഇത് a/2 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ബൈ പൈതഗോറസ് തിയറം AC² ഈക്വൽ ടു AD² പ്ലസ് CD², അല്ലേ? ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ AC² ഈക്വൽ ടു CD² പ്ലസ് AD², അല്ലേ? അപ്പോൾ AC² എന്ന് പറഞ്ഞാൽ എത്രയാണ്? A² ഈക്വൽ ടു AD² എന്ന് പറഞ്ഞാൽ എന്താണ്? a/2 ഹോൾ സ്ക്വയർ പ്ലസ് CD². ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇനി നമ്പേഴ്സ് വെച്ചല്ല, കുറേ ഇങ്ങനെ സൈഡ്സിൻ്റെ ലെങ്ത് ഒക്കെ വെച്ച് അപ്പോൾ x² y² എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അരിത്തമെറ്റിക് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊന്നും എല്ലാവരും എന്ത് ചെയ്യണം? ഇത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി എന്ത് ചെയ്യണം? ഇത് ചെയ്ത് നോക്കണം. കാരണം ഇവിടെ 3² 4² എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ A² B² x² എന്നൊക്കെ ആണ് നമ്മൾ ചെയ്യുക, അതിൻ്റെ അരിത്മെറ്റിക് ഒക്കെ ചെയ്യുക. അപ്പോൾ അത് പലപ്പോഴും പല ആളുകൾക്ക് അത്രത്തോളം പരിചിതമായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ A² ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ, A²/2², 2² എന്ന് പറഞ്ഞാൽ 4 പ്ലസ് CD². CD² ഈക്വൽ ടു A² മൈനസ് A²/4 ഈക്വൽ ടു A² മൈനസ് A²/4 ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക, അല്ലേ? ഈ 4നെ നമ്മൾ മേലോട്ട് എടുക്കുക. അപ്പോൾ 4A² മൈനസ് A²/4, അല്ലേ? 3A²/4 ഇംപ്ലൈസ് CD ഈക്വൽ ടു റൂട്ട് ഓഫ് 3A²/4 ഈക്വൽ ടു റൂട്ട് ഓഫ് 3 റൂട്ട് ഓഫ് A² A ബൈ റൂട്ട് ഓഫ് 4 2, അതായത് √3/2 ടൈംസ് എ. അതാണ് CD. അപ്പോൾ ഇത് എത്രയാണ്? ഇത് √3/2 A ആണ്. മനസ്സിലായോ? ചില ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിതുവരെ പരിചയമില്ലാത്ത കുറേ എയും √3യും √2 ഒക്കെ കടന്നു വരുന്നുണ്ട്. മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ കുറച്ച് കോംപ്ലക്സ് മാത്തമാറ്റിക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൂടെ ഇതിൽ ചിലപ്പോൾ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ മടുപ്പ് വരുന്നത് ട്രിഗണോമെട്രിയോടുള്ള ദേഷ്യം ഉണ്ടാവില്ല, നേരെ മറിച്ച് ഈ അരിത്തമെറ്റിക് ഇതെങ്ങനെ √3 √2 കുറേ A² √A √B ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും. അങ്ങനെ വന്നാൽ തീർന്നു, അതോടുകൂടി നമ്മൾ തീർന്നു. നമ്മളിനി തിരിഞ്ഞ് നോക്കേ വേണ്ട, നമുക്ക് വിഷയത്തോട് മടുക്കും. അപ്പോൾ ബേസിക്കലി പ്രശ്നം അരിത്തമെറ്റിക് നമ്മളിതിങ്ങനെ ചെയ്തിട്ട് എന്താണ് A² 3² മൈനസ് 3²/2 എന്നുള്ള നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ A² മൈനസ് A²/2 എന്നുള്ളത്, അല്ലെ A²/4 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകുന്ന. അപ്പോൾ ഇത് പോയിട്ട് വർക്കൗട്ട് ചെയ്യല്ലാതെ വേറെ നിവർത്തില്ല. ഇതിൽ അരിത്തമെറ്റിക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ മറ്റൊരുപാട് ചാപ്റ്റേഴ്സിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിൽ മാത്രമല്ല, നേരെ മറിച്ച് ഇത് ഇപ്പോൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം കൈവിട്ട് പോകും. അപ്പോൾ ഒരു മടിയുമില്ലാതെ ഇതെന്ത് ചെയ്യാം, ഒന്നുകൂടി ലെക്ചർ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണണം, ഒന്ന് സ്പീഡിൽ കാണുക. ഇതിലുള്ള അരിത്തമെറ്റിക്സ് ഒന്നുകൂടി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. AC² ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്² ഈക്വൽ ടു AD² പ്ലസ് CD². ട്രയാങ്കിൾ ADC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ AC എന്നുള്ളത് A ആണ്. A² ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ. a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ A²/4 പ്ലസ് CD². a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മേലെ താഴെ സ്ക്വയർ ചെയ്യണം. ഇനി CD² ഇവിടെ വെച്ചിട്ട് A²/4 എപ്പുറത്തോട്ട് കൊണ്ടുവന്നു. A² മൈനസ് A²/4 ഈക്വൽ ടു ഈ 4നെ A² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് LCM എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പല മെത്തേഡ് ചെയ്യാം. ഇവിടെ 4A²/4 എന്ന് ഇടാം. അപ്പോൾ നമുക്ക് 4A² മൈനസ് A²/4 എന്ന് കിട്ടും. അതായത് 3A²/4. 4A² മൈനസ് A², 4 മൈനസ് 1 3 ടൈംസ് A². 4 ടൈംസ് A² മൈനസ് 1 ടൈംസ് A² ഈക്വൽ ടു 3 ടൈംസ് A²/4. അപ്പോൾ CD എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ്, ചില ആളുകൾ റൂട്ട് എടുക്കാനൊക്കെ മറക്കട്ടെ, അങ്ങനെയൊക്കെ കുറേ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് എന്താ ലാസ്റ്റ് എന്താന്ന് പലപ്പോഴും നോക്കില്ല. അതൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന കോമൺ മിസ്റ്റേക്സാണ്. അപ്പോൾ CD ഈക്വൽ ടു റൂട്ട് ഓഫ് 3A²/4 ഈക്വൽ ടു √3A/2 ഈക്വൽ ടു √3/2 ടൈംസ് A, അല്ലെ? റൂട്ട് ഓഫ് 3A²/4 എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ റൂട്ട് എടുക്കണം, അല്ല മൾട്ടിപ്ലിക്കേഷനല്ല ഇൻസൈഡ്, അല്ലേ? അപ്പോൾ √3 നമുക്ക് അറിയില്ല എന്നല്ല, 1.73 നമ്മൾ √3 തന്നെ നമുക്ക് എഴുതാം. റൂട്ട് ഓഫ് A² A, റൂട്ട് ഓഫ് 4 2, √3/2 A. ഓക്കെ, അപ്പോൾ നമ്മളെടുത്തിപ്പോൾ ട്രയാങ്കിൾ ഉണ്ട്, അല്ലേ? ട്രയാങ്കിളിൽ ഇതെത്രയാണ്? √3/2 A. ഇത് A/2,
ഇത് എ, ഇത് വീണ്ടും A/2 അല്ലേ, ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി അല്ലേ. ഇനി നമുക്ക് വളരെ സിമ്പിളായി കാണാം. സൈൻ കോസ് 60 നമ്മൾ 1/2 എന്ന് പറഞ്ഞു. സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഞാനിതിനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ABCD അല്ലേ. സൈൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് CD ബൈ AC ഹൈപ്പോട്ടന്യൂസ് √3/2A/A ഈക്വൽ ടു √3/2. കോസ് 60 ഡിഗ്രി നമ്മൾ കണ്ടു 1/2 ആണ്. ഇനി സൈൻ 30 ഡിഗ്രി എത്രയാണ്? സൈൻ 30 ഡിഗ്രി എത്രയാണ്? സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 30 ഡിഗ്രി ഓപ്പോസിറ്റ് AD ബൈ AC അല്ലേ. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് AD ആണ് ബൈ AC. ഓക്കെ, ഈക്വൽ ടു A/2/A ഈക്വൽ ടു 1/2. ഇനി കോസ് 30 ഡിഗ്രി എത്രയാണ്? കോസ് 30 ഡിഗ്രി ഈക്വൽ ടു 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് CD ബൈ AC ഈക്വൽ ടു √3/2A/A ഈക്വൽ ടു √3/2. ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോഴേ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ടാവും അല്ലേ. സൈൻ 60 ഈക്വൽ ടു √3/2, കോസ് 60 ഈക്വൽ ടു 1/2, സൈൻ 30 ഈക്വൽ ടു 1/2, കോസ് 30 ഈക്വൽ ടു √3/2. നിങ്ങൾ നോക്കൂ, സൈൻ 60യുടെ വാല്യൂ ആണ് കോസ് 30ക്ക്, കോസ് 60യുടെ വാല്യൂ ആണ് സൈൻ 30ക്ക് അല്ലേ. സൈൻ 60യുടെ വാല്യൂ ആണ് കോസ് 30ക്ക്, കോസ് 60യുടെ വാല്യൂ ആണ് സൈൻ 30ക്ക്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ നടുള്ള 45 ആകുമ്പോഴോ രണ്ടിൻ്റെ വാല്യൂ ഈക്വലാണ്. ഇതിനൊക്കെ കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് നീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ചെയ്തത്? നമ്മൾ 30 പറഞ്ഞു, 45 പറഞ്ഞു, 60 പറഞ്ഞു. ഇതിൻ്റെ അപ്പുറം എന്തുണ്ട്? 0 ഉണ്ട്, 90 ഉണ്ട് അല്ലേ. ഈ ഡിഗ്രിയിലുള്ള സൈനും കോസും കൂടി നമുക്ക് പറയാം അല്ലേ. സൈൻ 0 എന്താണ്? കോസ് 0 എന്താണ്? സൈൻ 90 എന്താണ്? കോസ് 90 എന്താണ്? ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി നമ്മൾ ഇത്ര നേരം നമ്മൾ നല്ല കട്ടിയുള്ള കുറച്ച് മാത്തമാറ്റിക്സിലൂടെ കടന്നു പോകണമെങ്കിൽ ഇനി നമ്മൾ കുറച്ച് ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവാണ്. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? ഇത് എത്രയാണ്? ഞാനിതിൻ്റെ എന്താണ് ആംഗിൾ ABC അല്ലേ. ആംഗിൾ A ഈക്വൽ ടു ഇപ്പോൾ X ആണ്, എന്തോ ഒരു വാല്യൂ ആണ്. ഈ ആംഗിൾ A ഞാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ഞാൻ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? അതായത് ഞാൻ ട്രയാങ്കിൾ ഇതാക്കി, സിയെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് C എന്നാക്കി. അപ്പോൾ ആംഗിൾ A കുറഞ്ഞില്ലേ അല്ലേ. ആംഗിൾ A കുറഞ്ഞു. വീണ്ടും ഞാൻ ഇതിനെങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, ഇതിനെങ്ങനെ കൊടുന്നു, വളരെ ചെറിയൊരു ട്രയാങ്കിളാക്കി അല്ലേ. അതായത് A ഞാനിങ്ങനെ കുറച്ച് Aനെ ഞാനിങ്ങനെ 0ലോട്ട് അടുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സൈൻ A എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ A ഈക്വൽ ടു BC ബൈ AC ആണല്ലോ അല്ലേ. BC എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്, AC എന്നുള്ളതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഇനി എല്ലാവരും നന്നായി ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കുക. A എന്നുള്ളത് ആംഗിൾ A എന്നുള്ളത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ BC എന്തായി വരികയാണ്? BC ചെറുതായി വരികയാണ്. അപ്പോൾ ആക്ച്വലി A ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാവില്ല അല്ലേ. എന്താ ഉണ്ടാവുള്ളൂ? ഒരു ലൈൻ ഉണ്ടാവുള്ളൂ ശരിക്കും. അപ്പോൾ A ഈക്വൽ ടു 0 എന്നതിലേക്ക് അടുക്കുമ്പോൾ, A 0ലോട്ട് എത്തുമ്പോൾ BCക്ക് എന്താ സംഭവിക്കുന്നത്? ആംഗിൾ A 0ലോട്ട് അടുക്കുമ്പോൾ BC എങ്ങോട്ടാണ് അടുക്കുന്നത്? BCയും 0ലോട്ടാണ് അടുക്കുന്നത് അല്ലേ. ഹൈപ്പോത്തറ്റിക്കലി ഇനി A എന്നുള്ളതാണ് 0 ആകുമ്പോൾ അല്ലേ, AC എന്നുള്ളത് എന്താവും? സിയും ബിയും ഒരേ പോയിന്റിലെത്തും. നല്ലോണം ആലോചിക്കണേ. ഇതിങ്ങനെ ചെറുതായി 0 ആകുമ്പോൾ എന്ത് ചെയ്യും? ബിയും സിയും ഒരേ പോയിന്റിലെത്തും. BC ആക്ച്വലി എന്താവും? 0 ആവും. അങ്ങനെയാണെങ്കിൽ സൈൻ A എന്തിലാണ് വരിക? സൈൻ A സൈൻ 0 ഈക്വൽ ടു 0 അല്ലേ. ആംഗിൾ ഇല്ലാതാവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവുമോ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആംഗിളേ ഇല്ലാതാവും. ആംഗിൾ 0 എന്ന് പറഞ്ഞാൽ ആംഗിളേ ഇല്ലാതായി. അപ്പോൾ എന്തുണ്ടാവില്ല? ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവില്ല. അപ്പോൾ റേഷ്യോ എത്രയാണ്? 0. ഓക്കെ, ഇനി കോസ് 0 എന്താണ്? കോസ് 0 എന്താണ്? കോസ് ഈക്വൽ ടു കോസ് 0 ഡിഗ്രി ഈക്വൽ ടു AC ബൈ AB ആണ്. സോറി, തെറ്റിപ്പോയി.
കോസ് 0 ഈക്വൽ ടു അഡ്ജസൻറ്റ് എ ബി ബൈ എ സി ആണ് അല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ സോറി ഓക്കെ, കോസ് 0 എന്ന് പറഞ്ഞാൽ എ ബി ബൈ എ സി ആണ്. ഇതിങ്ങനെ 0 ആയി വരുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? എ സി എന്നുള്ളത് എ ബിക്ക് ഏകദേശം ഈക്വലായി വരില്ലേ? അവസാനം ആംഗിൾ ഒന്നും ഇല്ലാതാവുമ്പോൾ 0 ആകുമ്പോൾ സി എന്നുള്ളത് ബിയിൽ ചെന്നിരിക്കും അല്ലേ. അപ്പോൾ എ സിയും എ ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ ചെറുതായി വരുമ്പോൾ ബി സി 0 പോവുക, അതായത് സി ഇങ്ങനെ ബീൻ്റെ അടുത്തോട്ട് വരികയാണ്. സി ബിയിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? എ സിയും എ ബിയും ഒരൊറ്റ ലൈനായി മാറും അല്ലേ. മനസ്സിലായോ? ഓക്കെ, എ ബിയും എ സിയും ഒറ്റ ലൈനായി മാറും. അപ്പോൾ എ ബി ബൈ എ സി എത്രയായിരിക്കും? എ ബി ബൈ എ സി ഈക്വൽ ടു സെയിം ആയിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ 0 ഡിഗ്രി എത്രയാണ്? ടാൻ 0 ഈക്വൽ ടു സൈൻ 0 ബൈ കോസ് 0 ഈക്വൽ ടു 0 ബൈ 1 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, കൊസീക്ക് 0 എന്താണ്? കൊസീക്ക് 0 1 ബൈ സൈൻ 0 അല്ലേ. അപ്പോൾ 1 ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. സീക്ക് 0 എന്താണ്? 1 ബൈ കോസ് 0 1 ബൈ 1 എത്രയാണ്? 1 തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി 90 ഡിഗ്രിയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും ഒരു ട്രയാങ്കിൾ വരക്കാം. എ ബി സി. ഓക്കെ, ഇനി 90 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഞാൻ എ എന്നുള്ള ആംഗിൾ, ഇവിടെ എ എന്നുള്ള ആംഗിൾ ഞാൻ 90 ഡിഗ്രി ആക്കാൻ പോവാണ്. ഇതിപ്പോൾ എന്തോ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ സൈൻ എ ഈക്വൽ ടു എന്താണ്? സൈൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ എ സി ആണ്. ഇനി ഞാൻ ഇതിനെ എ ഞാൻ ഇങ്ങനെ മെല്ലെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഈ ആംഗിളിന് എന്താ സംഭവിച്ചത്? ആംഗിൾ എ കൂടിയോ കുറഞ്ഞോ? ഞാൻ മെല്ലെ ഏനെ എന്ത് ചെയ്തു? എന്ന് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഈ ആംഗിൾ കൂടിയോ കുറഞ്ഞു? കൂടി അല്ലേ. ആംഗിൾ കുറച്ചുകൂടി വലുതായല്ലോ. അതേപോലെ ഞാൻ വീണ്ടും അതിനെ മാറ്റിയിട്ട് ഞാൻ എന്താ മെല്ലെ ഇവിടെ കൊടുന്ന് വെച്ചു. അപ്പോൾ ആംഗിൾ എന്ത് ചെയ്തു? ആംഗിൾ പിന്നെയും കൂടി അല്ലേ. അങ്ങനെ ഇങ്ങനെ മെല്ലെ കൊടുന്ന് അതാ അവിടെ അടുത്തേക്ക് എത്തിച്ചു അല്ലേ. ഇതാണ് എ എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഞാൻ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് 90 ഡിഗ്രി ആവുക? ഈ ആംഗിൾ സി എ ബി എന്നുള്ളത് ഒന്ന് എഴുതാം. ആംഗിൾ സി എ ബി ഈക്വൽ ടു എത്രയാവണം? 90 ഡിഗ്രി ആവണം. അതെപ്പോഴാവുക? ആംഗിൾ സി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി ആവണമെങ്കിൽ എ ബിയുടെ തൊട്ടടുത്തെത്തണം അല്ലേ, അല്ലെങ്കിൽ എ ബിയുടെ അടുത്തെത്തണം. ഇതിങ്ങനെ കൂടി 90-ലോട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ. ഇതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ സൈൻ എക്ക് എന്താ സംഭവിക്കുക? സൈൻ എ ഈക്വൽ ടു ബി സി ബൈ എ സി ആണ്. ഇതിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ബി സി ഇങ്ങനെ എ സിയും ബി സിയും ഓൾമോസ്റ്റ് ഈക്വലായി വരികയാണ് അല്ലേ. ഇതിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഇതല്ലേ എ സി, ഇതല്ലേ ബി സി. ഇതിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ എ എന്നുള്ളത് 90-ലോട്ട് വരുമ്പോൾ എ സി എന്നുള്ളത് ബി സിക്ക് ഈക്വലായി വരികയാണ്. അതിങ്ങനെ ഒരേ ലൈനായി വന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൈൻ 90 ഡിഗ്രി ഈക്വൽ ടു ബി സി ബൈ എ സി, വേർ ബി സി ഈക്വൽ ടു എ സി ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ കോസ് 90 ഡിഗ്രി എന്താണ്? കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് എ ബി ബൈ എ സി അല്ലേ. എന്താ സംഭവിക്കുക? ഇവിടെ എ ബി ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ. എനെ അങ്ങനെ ഇങ്ങോട്ട് നീക്കും തോറും, അതായത് ആംഗിൾ എ ഇങ്ങനെ കൂടി 90-ലോട്ട് അടുക്കും തോറും എ ബി എന്നുള്ള വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവസാനം എ എന്നുള്ളത് ബിയിലെത്തുമ്പോൾ എന്താവും? എ ബി എന്നുള്ളത് രണ്ടും ഒറ്റ പോയിന്റ് ആണ്. എ ബി എന്നുള്ളത് 0 ആയി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? കോസ് 90 ഈക്വൽ ടു 0 ബൈ എ സി ഈക്വൽ ടു 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ ടാൻ 90 ഡിഗ്രി എത്രയാണ്? സൈൻ 90 ബൈ കോസ് 90 ഈക്വൽ ടു 1 ബൈ 0 വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ.
കൊസീക്ക് 90 എത്രയാണ്? 1/sin 90 1/1 അല്ലേ? 1 സീക്ക് 90 എത്രയാണ്? 1/cos 90 1/0 നോട്ട് ഡിഫൈൻഡ്. കോട്ട് 90 എത്രയാണ്? cos 90/sin 90 0/1 0 അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ടേബിൾ തന്നെ യഥാർത്ഥത്തിൽ എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ എഴുതാം. ഞാൻ എല്ലാ ആംഗിൾസും എഴുതാണ്. 0 30 45 60 90 ഇവിടെ സൈൻ കോസ് ടാൻ അല്ലേ? സൈൻ 0 എത്രയാണ്? 0 ആണ്. സൈൻ 30 ഡിഗ്രി എന്നുള്ളത് 1/2 ആണ്. സൈൻ 45 എന്നുള്ളത് 1/√2 ആണ്. സൈൻ 60 എന്നുള്ളത് √3/2 ആണ്. സൈൻ 90 1 ആണ്. കോസ് 0 എന്നുള്ളത് 1 ആണ്. കോസ് 30 √3/2 ആണ്. കോസ് 45 1/√2 ആണ്. കോസ് 60 1/2 ആണ്. കോസ് 90 0 ആണ്. ടാൻ 0 എന്നുള്ളത് 0 ആണ്. ടാൻ 30 ഡിഗ്രി എന്നുള്ളത് 1/2/√3/2 1/√3 എന്ന് കിട്ടും. ടാൻ 45 1 ആണ്. ടാൻ 60 എന്നുള്ളത് √3/2/1/2 അല്ലെ? സൈൻ ബൈ കോസ് √3 എന്ന് കിട്ടും. ടാൻ 90 = നോട്ട് ഡിഫൈൻഡ് അല്ലേ? ഇനി ഇതേപോലെ നമുക്ക് കൊസീക്കും സീക്കും ഒക്കെ എഴുതാൻ പറ്റും. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കൊസീക്ക് സീക്ക് കോട്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഫില്ല് ചെയ്യുക. കൊസീക്ക് എന്നുള്ളത് 1/sin ആണ്. സീക്ക് എന്നുള്ളത് 1/cos ആണ്. കോട്ട് എന്നുള്ളത് 1/tan ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ആംഗിൾസും ഒരുവിധം എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മേജർ ആംഗിൾസിൻ്റെ ആണ് ഞാനിവിടെ കണ്ടെത്തിയത്. കുറച്ച് റിഗറസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇതൊന്നുകൂടി ഈ പറ്റുകയാണെങ്കിൽ ലെക്ചർ കാണണം. ഇതിലുള്ള മാത്സ് വർക്കൗട്ട് ചെയ്യണം. ലാസ്റ്റ് 0 to 90 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തല കൊടുത്തൊന്ന് ചിന്തിക്കണം. ഒന്ന് ചിന്തിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. കുറച്ച് ടഫാണെന്ന് എനിക്കറിയാം. പരമാവധി സിംപ്ലിസ്റ്റിക് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് താങ്ക്സ് ഫോർ ലിസണിങ്. എല്ലാവരും ഒന്നുകൂടി പറ്റുകയാണെങ്കിൽ കേൾക്കുക. എനിക്കറിയാം കുറച്ച് റിഗറസ് മാത്തമാറ്റിക്സ് ആണ്. അരിത്തമെറ്റിക്സ് നമുക്ക് ഇപ്പം അടുത്താൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അപ്പോൾ കാരണം നമുക്കിത് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരും. നമ്മൾ കാൽക്കുലസ് പഠിക്കുമ്പോൾ, നമ്മൾ മറ്റെല്ലാ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഒന്നുകൂടി ഇതെല്ലാം ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് പല ആളുകൾക്കും പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ എന്ന് എനിക്കറിയാം. Again, thanks for listening. Thank you. See you next class. Bye bye.